അവർ ഈ പ്രോക്സീസിനെ ഉണ്ടാക്കിയ സമയത്ത് ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തികളെയും അതേപോലെ ഇറാഖിലും ഷിയ പ്രോക്സീസിനെ ഉണ്ടാക്കിയപ്പോഴും അവരുടെ ധാരണ അവർക്ക് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഒരു സുപ്രമസി ഉണ്ടാകും. കാരണം ഇവരെ വെച്ച് കളിക്കാം. കാരണം ഇവരുടെ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞ ഇവരാണ്. ഇവര് പുറകെ നിന്ന് ഗെയിം കളിച്ചാൽ ഈ രാജ്യങ്ങളുള്ള പരിമിതിനെ ഈ സംഘടനകൾ ഉപയോഗിച്ച് മറികടക്കാൻ പറ്റും. അല്ല, ഈ അവരെ വെച്ച് ഫയർ ചെയ്യാം. അവരെ കൊണ്ട് അങ്ങനല്ലേ ഹൂത്തുകളെ കൊണ്ടും ഹമാസിനെ കൊണ്ടൊക്കെ ഫയർ ചെയ്യിപ്പിച്ചേ. പക്ഷെ ഇവർ ആ ടൈമിംഗ് എല്ലാം നോക്കി ഇസ്രായേലിനെതിരെ എടുത്ത് ചാട്ടമാണ് പ്രശ്നമായത്. അത് അൾട്ടിമേറ്റ് പ്രൈസ് കൊടുക്കേണ്ടി വന്നത് ഇറാനിന് മസൂദ് പെഷഷ്കാൻ അയാളുടെ 2 ആഴ്ച മുമ്പ് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ്, അതിനെപ്പറ്റി ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അയാൾ ആ ക്യാബിനറ്റിനകത്ത് വളരെ കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇറാൻ ഇനിയും ഈ ന്യൂക്ലിയർ വെപ്പൺസും ലോങ് റേഞ്ച് മിസൈലുമായിട്ട് പോകാതിരിക്കുക നല്ലത്. നമ്മൾ എന്തുണ്ടാക്കിയാലും അവന്മാർ വന്ന് ബോംബിടും. കാരണം അവർക്ക് കോൺഫിഡൻസ് കൂടി. അത് നോർമലാണ്. ഇനി ഇസ്രായേൽ എപ്പോഴും കൊണ്ടുവിടെ ബോംബ് ചെയ്യും. എങ്ങനെയാണ് ഹമാസിനെ ഗാസയെ കൊണ്ട് ബോംബിടുന്ന പോലെ ഇറാനെ കൊണ്ട് ബോംബിടും. കാരണം അവൻ്റെ കേപ്പബിലിറ്റി ശക്തി അത്രയേ ഉള്ളൂ എന്ന് ഇതെല്ലാം ഇതൊക്കെ ഒരു പടക്കമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ, സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്ത ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സാണ് ഗ്ലോബലായിട്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബേസിക്കലി ഇതേപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഈ ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസിൻ്റെ ഒഫീഷ്യൽസ് ഗ്ലോബലായിട്ടുള്ള പല കോൺഫറൻസിനും പോകട്ടെ, ഒരൊറ്റ ആൾ വിളിച്ചില്ലല്ലോ. അവിടെയൊക്കെ പോയേക്കുന്ന പാകിസ്ഥാനികളല്ലയോ. ഞാൻ ഇന്ത്യ ബോസുമായിട്ട് പറയുമല്ല, പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി അല്ലേ.